ചാനൽ ബസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമുക്ക് ഒരു ദിവസം കൊണ്ട് എങ്ങനെ കോയമ്പത്തൂർ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് പോയിട്ട് വരാമെന്നുള്ളൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇത് വന്നിട്ട് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. രാത്രി 7:40 വിവേക് എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ട്രെയിൻ എന്നറിയപ്പെടുന്ന നമ്മുടെ വിവേക് എക്സ്പ്രസ്. ഞാൻ വലിയ 2AC ഞാൻ അതുകൊണ്ട് ടിക്കറ്റ് എടുത്തത്. കാരണം ജനറലിലൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് 2AC ടിക്കറ്റ് എടുത്തത്. വെളുപ്പിന് 4:30 ആയപ്പോഴത്തേക്കും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ തന്നെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ബസ് കിട്ടും. 10 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് 70 നമ്പർ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ ആദ്യം മരുതമല മുരുകൻ ടെമ്പിളിൻ്റെ അടുത്ത് നമ്മൾ എത്തുന്നതായിരിക്കും. മരുതമലയിലുള്ള ഇതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാൻ ശ്രമിക്കുക. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്തിയതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് 10 രൂപ ബസ്സിൽ നമുക്ക് മുകളിൽ കയറുകയും നമുക്ക് മരുതമലയിലുള്ള ആ മുരുകൻ്റെ ക്ഷേത്രം കണ്ട് ഒരു 8-8:30 വരെ നമുക്ക് അവിടെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ച് വരാവുന്നതാണ്. അതിൽ പോസിറ്റീവ് വൈബുള്ളൊരു പ്ലേസും കൂടിയാണ് ഈ മരുതമല മുരുകൻ ടെമ്പിൾ. അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അതേ ബസ്സിൽ തന്നെ നമുക്ക് 10 രൂപ പോയിൻറ്റിൽ നമുക്ക് തിരിച്ച് താഴെ ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് തിരിച്ച് വീണ്ടും ബസ് പിടിച്ച് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് JD മ്യൂസിയത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയ്ക്കൊക്കെ ഒരു 20-30 രൂപ പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ GD മ്യൂസിയത്തിൻ്റെ അകത്ത് നമുക്കിവിടെ കാർ മ്യൂസിയം ഉണ്ട്, സയൻസ് മ്യൂസിയം ഉണ്ട്, പിന്നെ എക്സ്പെരിമെൻ്റൽ ലാബ് എന്നുള്ളൊരു സെക്ഷനും കൂടെ ഉണ്ട്. ഇതെല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അതും കൂടെ കയറി കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ അകത്ത് എത്ര രൂപ ടിക്കറ്റ് ആവുമെന്നും ഇതിൻ്റെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3 സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം 3 വീഡിയോയും കാണാൻ ശ്രമിക്കുക. ഇത് GD സയൻസ് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. ഏതാണ്ട് 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് കോയമ്പത്തൂരിൽ പോയിട്ട് തിരിച്ച് വരാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിൻ ടിക്കറ്റ്, പിന്നെ അവിടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനുള്ള ടിക്കറ്റും, പിന്നെ GD മ്യൂസിയത്തിൻ്റെ എൻട്രി ഫീസും അതൊക്കെ ചേർത്തിട്ടാണ് ഏതാണ്ട് 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരാൾക്ക് കോയമ്പത്തൂർ ഈ 3 സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് മടങ്ങാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് പോലീസിൻ്റെ ആ മ്യൂസിയം കൂടെ കണ്ടിട്ട് തിരിച്ച് മടങ്ങാം. അത് കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ സയൻസ് എക്സ്പെരിമെൻറ്റ് സെൻറ്റർ ഉണ്ട്. അവിടെ ഇതേപോലെ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിൽ എൻജോയ്മെൻറ്റും അവർക്കിതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സംഭവം കൂടിയാണ് അവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾക്ക് ഒരു ഉച്ചയ്ക്ക് കയറി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോയി 14D എന്നുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദിയോഗി ശിവൻ ടെമ്പിളിൻ്റെ അവിടെ എത്താവുന്നതാണ്. ഈ ആദിയോഗി ശിവൻ ടെമ്പിൾ അതായത് നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ്റെ അവിടെ എത്താനായിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം ട്രാവലുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്കിതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ നല്ലൊരു വൈബായിരിക്കും. പിന്നെ അവിടെയൊക്കെ നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു നൈറ്റ് 7 മണിക്കുള്ള ലേസർ ഷോ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് ഇഷ ഫൗണ്ടേഷൻ എന്ന അവിടെ നിന്ന് നമുക്ക് ഗാന്ധിപുരത്തിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് റിട്ടേൺ ട്രെയിനിൽ പിടിച്ച് നമുക്ക് നാട്ടിലേക്ക് വരാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. അപ്പം എല്ലാവരും മാക്സിമം ഒരു ദിവസമൊക്കെ നമുക്ക് ഫ്രീ ഉണ്ടെങ്കിലത്തേക്കും നമുക്ക് കോയമ്പത്തൂരിൽ ഇത്രയും കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങാവുന്നതാണ്. പിന്നെ ആദിയോഗിയുടെ ലേസർ ഷോ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ പോലീസ് മ്യൂസിയം ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.